ഹനീഫ കട്ടുപ്പാറ. വല്ലാത്തൊരാനക്കാര്യം, വല്ലാത്തൊരാനക്കഥ, ഒരാത്മകഥ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലഘുലേഖയിൽ കോറിയിട്ട കഥ. ഇന്നലെ ആ കടലാസത്തുണ്ട് കയ്യിൽ കിട്ടിയപ്പോൾ വായിച്ച് നെറ്റി ചുളിച്ചൊരു ചെറുകഥ. നിങ്ങൾ കേൾക്കുമോ? തുടങ്ങട്ടെ ആ കഥ. ചുരുക്കി, സ്കൂൾ പഠനകാലം. ഇന്നത്തെ പോലെ സ്കൂൾ ബസ്സോ സൗകര്യങ്ങളോ ഇല്ലാത്തൊരു കാലം. ഇന്നത്തെ മഞ്ഞ കളറുള്ള സ്കൂൾ ബസ്സുകളോ സ്കൂബിയുടെ ബാഗുകളോ വിപണി കൈയടക്കാത്ത നമ്മുടെ സ്കൂൾ കാലം, നമ്മുടെ കുട്ടിക്കാലം. ഒത്തിരി ദൂരെയാ സ്കൂള്, ഇത്തിരി കയറ്റവുമുണ്ട്. നോട്ട് ബുക്കുകളെല്ലാം അലാസ്റ്റിക് റബ്ബറിട്ട് തോളിൽ വെച്ച് മേലെ വട്ടത്തിലുള്ള ചോറ്റും പാത്രവും വെച്ച് വല്ലാത്തൊരു പോക്ക്. ആടിപ്പാടി പോകുമ്പോൾ റോഡിൽ ഒരു അച്ചിങ്ങ കണ്ടാൽ മതി. പിന്നെ സ്കൂൾ ഗേറ്റ് വരെ അതാണ് ഫുട്ബോൾ. ഒന്ന് നേരം വൈകിയാൽ പിന്നെ ക്ലാസ് അടുത്ത് ആജിയാരുടെ പറങ്കിമാവിൻ തോപ്പിൽ. ഒന്നും അറിയാതെ ഒഴിഞ്ഞ പാറയിലിരുന്ന് ചോറ്റുപാത്രം കാലിയാക്കി 4:30 ആരും അറിയാതെ വീട്ടിലേക്ക്. നല്ല അടികൊള്ളുന്ന ടീച്ചറാകുമ്പോൾ ഇതൊരു പതിവാക്കി. ഒരു തിങ്കളാഴ്ച പതിവ് പോലെ ഒരു പാറയിൽ ഞങ്ങൾ 2 പേരും ഇരുന്നത്. പിന്നെ എന്തോ ഞങ്ങൾ രണ്ടും കൺ തുറക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. പാറക്ക് താഴെയായി വിറക് ശേഖരിക്കുന്ന അമ്മമാർ ഓടി വന്നു. ചിന്നിച്ചിതറിക്കിടക്കുന്ന, പാറിപ്പറന്ന് കിടക്കുന്ന ഞങ്ങളെ ബുക്കുകളും താഴെ കണ്ടത്തായി കിടക്കുന്ന ഞങ്ങളെ ചോറ്റും പാത്രവും കണ്ട് അമ്പരന്ന് ഓടി വന്ന് തിരക്കിയപ്പോൾ മിണ്ടാത്ത ഞങ്ങളുടെ തലയിലൂടെ താഴെ ചോലയിലെ ഒരു ബക്കറ്റ് വെള്ളമൊഴിച്ച് എന്തു പറ്റിയെന്ന ചോദ്യത്തിന് ഒരാൾ മെല്ലെ ഉത്തരം പറഞ്ഞു. ഞങ്ങൾ ആ പാറയിലിരുന്ന് ചോറ് തിന്നാൻ നോക്കുകയായിരുന്നു. എൻ്റെ അമ്പമ്പോ! ജാനകി ചേച്ചി നീട്ടിയൊരു നെടുവീർപ്പ്. മക്കളെ, അത് പാറയല്ല, ആ ഉണ്ണിയുടെ ആനയെ കെട്ടിയത് ഉറങ്ങുകയായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ ഹോസ്പിറ്റലിലെത്തി, വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അതോടെ ഞങ്ങളെ ക്ലാസ് കട്ടിങ് ക്ലോസ്. ഓക്കെ, ഹനീഫ കട്ടുപ്പാറ.